ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. ഇത് പട്ടാമ്പിയുള്ളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് 2 കൂട്ടായിരുന്നു ഞാൻ ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഈ ഡ്രസ്സ് 2 വയസ്സായ ഒരു കുട്ടിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചാണ്, ഷോൾഡർ 7.5 ഇഞ്ചാണ്. അത് ഈ കൈ തുടങ്ങുന്ന ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ആ 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റ് റൗണ്ട് ഇവിടെ ഈ കൈക്കുയിൻ്റെ താഴെ റൗണ്ടാണ്, അത് 21. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് 12.5. അപ്പോൾ ഈ കപ്പിൻ്റെ ലെങ്ത്ത് കൂടി കൂട്ടിയിട്ടാണ് 12.5 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് കാണിക്കണത്. ഫസ്റ്റ് ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കുക. പിന്നെ അതുപോലെ ബാക്കിലെ പാർട്ട് 2 പാർട്ടാക്കിയിട്ടാണ് മടക്കുന്നത്. 2 പാർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നടുക്കൽ കട്ട് ചെയ്തിട്ട് ഇവിടെ സിബ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഈ മുകളിലെ ക്ലോത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 23 ഇഞ്ചായിരുന്നു. കാരണം 21 ഇഞ്ചല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ 23 ഇഞ്ച്, 1/2 ഇഞ്ച് മുകളിലും 1.5 ഇഞ്ച് താഴെയും ഇട്ടിട്ട് 23 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡർ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചായിരുന്നു. പിന്നെ ഈ ആം ഹോളിന് നമ്മൾ 4 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തിയത്. ഇനി ഈ ആം ഹോളിൻ്റെ ഈ ഒരു അടയാളം വരുന്ന ഇവിടെയാണ് നമ്മൾ ചെസ്റ്റിന് റൗണ്ട് അടയാളപ്പെടുത്തിയത്, അത് 7.5 ഇഞ്ചാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഇഞ്ച് എടുത്തു, 2 ഇഞ്ച് ലെങ്ത്ത് കൊണ്ടെടുത്തിട്ടുള്ളത്. ഇവിടേക്കും 2 ഇഞ്ച്, ഇവിടേക്കും 2 ഇഞ്ച് എടുത്തിട്ടാണ് അടയാളപ്പെടുത്തിയിട്ട് ഈ റൗണ്ട് വരച്ചത്. നമുക്ക് കോളർ നെക്കാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് കർവ് വരക്കാണ്ട് ഈ ഒരു കിട്ടിയ പോയിൻ്റ് കൂടി. പിന്നെ ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് 6.5 ഇഞ്ചായിരുന്നു. പിന്നെ ഇവിടെ കൊടുത്തത് 9.5 ഇഞ്ചായിരുന്നു. ഈ 6.5 ഇഞ്ചൊക്കെ ഇത് വിട്ടിട്ടാണ് ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തുന്നത്. 9.5 ഇഞ്ച് ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇവിടെ ചെറുതായിട്ടൊരു 1.5 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിലെ നെക്ക് ഞാൻ പറയാൻ മറന്നു. ബാക്കിലെ നെക്ക് നമ്മൾ 1 ഇഞ്ച് ലെങ്ത്തേ കൊടുത്തിട്ടുള്ളൂ, 1 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളൂ ഇവിടേക്ക്. അപ്പോൾ നമ്മൾ ബാക്കിൽ കഴുത്ത് ബാക്കും മുന്നും ആദ്യം വെട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടാം. ഈ ഒരു മെത്തേഡിൽ എപ്പോഴും ക്ലോത്തിലും കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാർട്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് പറഞ്ഞില്ല, അത് നമുക്കൊരു 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുള്ളത്. ഒരു 3 ഇഞ്ച് കൊണ്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു ലൈന് വരച്ച് കൊടുക്കുക. അതിപ്പോൾ തന്നെ കട്ട് ചെയ്യണ്ട, കാരണം ലൈനിങ് നമുക്ക് ആ ഒരു 3 ഇഞ്ചിൽ വേണ്ട. പക്ഷേ ലൈനിങ്ങിൽ നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് നെറ്റിൽ വെച്ചിട്ട് നെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് നമുക്ക് 12.5 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കപ്പിൻ്റെ ഭാഗം 2 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 10.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ഈ 10.5ക്ക് നമുക്ക് 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് സ്ലീവ് 11.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ താഴ് ഭാഗത്തെ വിടുത്ത് നമുക്ക് ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കാരണം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിന് വിടുത്ത് 12 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. പിന്നെ ഇവിടുന്ന് താഴ് ഭാഗത്തേക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു 5 ഇഞ്ചിക്ക് ഒരു കർവ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. 5 ഇഞ്ച് 9 ഇഞ്ചിക്ക് വരച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കപ്പിന് വേണ്ടിയിട്ട് എടുത്തത് ഇതിൻ്റെ വിടുത്തെടുത്തത് 4.5 ഇഞ്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തത് 5 ഇഞ്ചായിരുന്നു. കാരണം 5 ഇഞ്ച് എടുത്തത് നമുക്കിത് മടക്കി കൊടുത്തിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരും. ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് കപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 5 ഇഞ്ച് എടുത്താൽ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരും. ഇത് ഒരു സ്ലീവിനുള്ളതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് 2 സ്ലീവിനുള്ള എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിന് രണ്ട് സ്ലീവിനുള്ളത് വെട്ടി കൊടുക്കണം. അപ്പോൾ ഇത് മനസ്സിലാവാൻ വേണ്ടി ചെറിയൊരു ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ഈ അടയാളപ്പെടുത്തിയത് നമ്മൾ നെറ്റ് ക്ലോത്തിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ലൈനിങ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, ഈ കട്ട് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ലൈനിങ് വെച്ചിട്ട് നെറ്റിൻ്റെ വർക്ക് ക്ലോത്തിൽ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നെക്കിൻ്റെ ഈ 3 ഇഞ്ച് ഭാഗമല്ലേ, അതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യണത്.
നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ് ഇത്ര ഭാഗമേ ഉള്ളൂ. ഇനി നമ്മളിത് എന്ത് ചെയ്യുക, ഇതിന് ഒരു കോട്ടൺ ലൈനിങ്ങും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടി വെട്ടി കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ കാണിക്കാൻ മറന്ന്. അപ്പോൾ ബാക്ക് പാർട്ടും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കോട്ടൺ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ കളർ കോട്ടൺ ലൈനിങ് ആയാലും അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വൈറ്റാണ് വെച്ച് കൊടുക്കൽ. അപ്പോൾ നമുക്ക് വൈറ്റ് കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക ഇതേ അളവിൽ. ഇതിൻ്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് അതേ അളവിൽ ലൈനിങ് വെട്ടിയെടുത്തിട്ട്, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനിങ് ഇവിടെ വെച്ചിട്ട് നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് മറിച്ചിട്ടിട്ട് നല്ലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ല വർക്ക് ക്ലോത്ത് നെറ്റില്ലേ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൈക്കുയിൻ്റെ അവിടെ നല്ല പോലെ അടയാളപ്പെടുത്തിയിട്ട് പിഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ചെറിയ ക്ലോത്തിൽ ചെയ്തതുകൊണ്ട് ഇത് പിഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് രണ്ടും കൂടി മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നെറ്റ് കൂട്ടാതെ ലൈനിങ് മാത്രം മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നായിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. നെറ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതേപോലെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് രണ്ടും അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് പാർട്ടിൽ ബാക്ക് പാർട്ടിന് രണ്ടിന് ഷോൾഡർ മൂട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഷോൾഡർ മൂട്ടി കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ റൗണ്ട് എടുത്തിട്ട് അതിന് കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിബ് വെച്ച് കൊടുക്കുക, സ്ലീവ് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ബാക്കി പാർട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണത് കാണിക്കണില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് നല്ല വർക്ക് ക്ലോത്തിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ 2 ഡ്രസ്സായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. കസിൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിൽ വലിയൊരു ബോയും പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ 4 ഹെയർ ക്ലിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ